ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും ഹൈപ്പ് തരാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഡെയിലി മുടങ്ങാതെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചു നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അധ്യായം 276. അശ്വിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എന്തു മറുപടി പറയണമെന്നറിയാതെ സിദ്ധാർത്ഥ് കുഴങ്ങിയിരുന്നു. അവനിൽ നിസ്സഹായത നിറഞ്ഞു. എങ്ങനെയാണ് തന്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക? അവനൊരു ദീർഘനിശ്വാസം എടുത്തു. പിന്നെ അശ്വിന്റെ കുഞ്ഞു കൈ അവന്റെ കൈക്കുള്ളിലാക്കി. അച്ചു, മോൻ ചോദിച്ച ചോദ്യം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതെങ്ങനെ വിശദീകരിച്ച് നൽകണമെന്ന് ഡാഡിക്കറിയില്ല. പക്ഷേ മോൻ ഒരു കാര്യം മാത്രം ഓർത്താ മതി. ഡാഡിക്ക് മോന്റെ അമ്മയെ മാത്രമാണ് ഇഷ്ടം. അവളോടൊപ്പം ജീവിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മോൻ ഇപ്പോൾ കേട്ട വാർത്തയെല്ലാം തന്നെ കള്ളമാണ്. ഡാഡി ഒരിക്കലും ആ സ്ത്രീയെ വിവാഹം കഴിക്കില്ല. ഇപ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം ശരിയായി കഴിഞ്ഞാൽ പിന്നെ മോനും ഡാഡിയും അമ്മയും കൂടെ സുഖമായി സന്തോഷമായി തന്നെ ജീവിക്കും. മോൻ ഒരിക്കലും ഈ കാര്യമെല്ലാം ചിന്തിച്ച് സങ്കടപ്പെടേണ്ട കേട്ടോ. അശ്വിനാണെങ്കിൽ സിദ്ധാർത്ഥ് പറയുന്നത് ശ്രദ്ധയോടെ തന്നെ കേട്ടിരുന്നു. എന്നാലും അവൻ ഇനിയും സംശയങ്ങൾ ബാക്കിയാണ്. എന്നാലും ഡാഡി, അമ്മ എപ്പോഴാ ഇനി തിരികെ വരിക? ഞാൻ അമ്മയെ ഒരുപാട് തവണ വിളിക്കാൻ നോക്കി, പക്ഷേ കിട്ടുന്നില്ലല്ലോ, അശ്വിൻ സങ്കടത്തോടുകൂടെ പറഞ്ഞു. സിദ്ധാർത്ഥിന് ഹൃദയം വേദനിച്ചു. ഈ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം നൽകണമെന്ന് അവൻ ചിന്തിച്ചു. അച്ചൂട്ട, അമ്മ വേഗം തന്നെ തിരികെ വരും. ഇപ്പോ അമ്മയ്ക്ക് വിളിച്ച ഫോണിന് സിഗ്നൽ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഉറപ്പായും വിളിച്ചേനെ. അവളെ ഞാനും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഉറച്ച വിശ്വാസത്തോടു കൂടെ തന്നെ സിദ്ധാർത്ഥ് പറഞ്ഞു. ആ വാക്കുകളിലെ വേദന അശ്വിൻ തിരിച്ചറിഞ്ഞിരുന്നു. അല്പസമയം അവർക്കിടയിൽ ഒരു നിശബ്ദത പടർന്നു. പിന്നെ സിദ്ധാർത്ഥ മെല്ലെ അവന്റെ അരികിലേക്ക് ചേർന്നിരുന്നു. അച്ചുട്ടൻ അമ്മയ്ക്ക് വിളിച്ചിട്ട് കിട്ടുമ്പോൾ ഡാഡി അവളെ ഒരുപാടധികം മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയണം. വേഗം തന്നെ തിരിച്ചു വരാനും പറയണം. സിദ്ധാർത്ഥ് പറഞ്ഞതും കേട്ട് അശ്വിൻ അനുസരണയോടുകൂടെ തലയാട്ടി. സിദ്ധാർത്ഥ് ഒരല്പം കൂടി അശ്വിനെ കെട്ടിപ്പിടിച്ചിരുന്നു. പിന്നെ മൃദുവായി അവന്റെ നെറുകിലൊന്ന് ചുംബിച്ചു. മോനെ, ഡാഡിക്ക് ഓഫീസിൽ പോവാനുണ്ട്. തിരക്ക് തീർന്നിട്ട് വേഗം വരാൻ കേട്ടോ. സിദ്ധാർത്ഥ് അശ്വിനോട് യാത്ര പറഞ്ഞിട്ട് നേരെ പുറത്തേക്കിറങ്ങി. പിന്നെ വേഗത്തിൽ തന്നെ ഓഫീസിലേക്ക് പോയി. ലിഫ്റ്റിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് അവൻ മനീഷിനെ വീണ്ടും കണ്ടത്. അവൻ അസ്വസ്ഥതയോടെ സിദ്ധാർത്ഥിനെ നോക്കി. ബോസ് ഇപ്പൊ ഇറങ്ങി വന്നേയുള്ളൂ. അല്ലെങ്കിലും എന്നെ കാണാൻ വൈകാതെ മോർച്ചറിയിലേക്ക് വരേണ്ടി വന്നേനെ. വേറൊന്നുമല്ല, എന്റെ ശരീരം തിരിച്ചറിയാൻ മനീഷ് അസ്വസ്ഥതയോടെ പറഞ്ഞു. അപ്പോഴായിരുന്നു സിദ്ധാർത്ഥ് മനീഷിന്റെ മുഖത്തും കഴുത്തിലൊക്കെ പോറലുകൾ കാണുന്നത്. അവൻ സംശയത്തോടു കൂടെ മനീഷിനെ നോക്കി. എന്താ പറ്റിയേ? നീ വല്ല ബാറിലും പോയിട്ട് അടിയുണ്ടാക്കിയോ? സിദ്ധാർത്ഥ് ചോദിച്ചു. ബാറിലല്ല ബോസ്, ഓഫീസിൽ തന്നെയാണ്. ഞാൻ എന്താ പറയാ, ബോസ് കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെണ്ണുണ്ടല്ലോ, അവൾക്ക് നല്ല ഭ്രാന്താണ്. അവളെ ഇതുവരെ നിലക്ക് നിർത്താൻ ആരെക്കൊണ്ടും കഴിഞ്ഞിട്ടില്ല, മനീഷ് വാടിയ മുഖത്തോടെ പറഞ്ഞു. ഒപ്പം അവൻ ഓഫീസിലേക്ക് കൈ ചൂണ്ടി. അവിടെ ലാവണ്യ സിദ്ധാർത്ഥിന്റെ സെക്രട്ടറിയായ സാറയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? സിദ്ധാർത്ഥിന്റെ ശബ്ദം അവിടെ മുഴങ്ങി. ലാവണ്യ ഞെട്ടലോടെ തന്നെ നിശബ്ദയായി. ഒപ്പം സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് അവൾ നോക്കി. ദേഷ്യം കൊണ്ട് അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. അത് കണ്ടുനിന്ന സ്റ്റാഫുകൾക്കെല്ലാവർക്കും ഭയമായി. അവളുടെ അഹങ്കാരത്തിന് മറുപടി കിട്ടണമെന്നായിരുന്നു അവരിൽ കൂടുതൽ പേരുടെയും ആഗ്രഹം. ലാവണ്യ വിളറിയ ചിരിയോടെ നേരെ സിദ്ധാർത്ഥിനരികിലേക്കെത്തി. ഹാ, നീ വന്നോ സിദ്ധു? ഞാൻ ഇവിടെ നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ വലുപ്പം കൂടിയ പുഞ്ചിരിയോടുകൂടെ പറഞ്ഞു. നീ എന്തിനാ എന്നെ വെയിറ്റ് ചെയ്തത്? എന്റെ ഓഫീസിൽ വന്ന് എന്റെ സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്താൻ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരുന്നോ? അതിനാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത്? സിദ്ധാർത്ഥ് പരിഹാസത്തോടെ ചോദിച്ചു. സിദ്ധു, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സിദ്ധാർത്ഥിന്റെ രൂക്ഷമായ നോട്ടത്തിൽ ലാവണ്യ വിറച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ നിന്റെ ഫിയാൻസിയല്ലേ? എനിക്ക് നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു സിദ്ധു. അപ്പോ ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. പക്ഷെ നിന്റെ സ്റ്റാഫ് അകത്തേക്ക് കയറാൻ പോലും പെർമിഷൻ തന്നില്ല. എന്നോട് മോശമായി പെരുമാറി. ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചു. അല്ലാതെ ഭീഷണിയൊന്നുമല്ല, അവൾ പറഞ്ഞു. ആ സമയത്ത് അവളുടെ ഭാവം കണ്ട ഇത്രയും നിഷ്കളങ്കമായ സ്ത്രീ ലോകത്ത് തന്നെ വേറെ എവിടെയും ഉണ്ടാകില്ലെന്ന് തോന്നിപ്പോകുമായിരുന്നു. മനീഷ് ആ സമയത്ത് അവളെ വെറുപ്പോടെ നോക്കി. സിദ്ധാർത്ഥ് പറയുന്നത്, എന്റെ ഓഫീസിലേക്ക് നിനക്ക് കയറാൻ പെർമിഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞത് ഞാനാണ്. എന്റെ ഓഫീസിലേക്ക് പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല. എന്റെ ബിസിനസ് എനിമീസിനോട് നിനക്ക് വല്ല വെറുപ്പുമുണ്ടോ? ആ വാക്കുകളിൽ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. ലാവണ്യക്ക് പേടി തോന്നി, ഒപ്പം ദേഷ്യവും. അവൾ സ്വയം നിയന്ത്രിക്കാനായിട്ട് മുഷ്ടി ചുരുട്ടി. ഞാൻ നിനക്ക് അന്യയാണോ സിദ്ധു? വൈകാതെ നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലേ? എന്നിട്ടും നിനക്ക് എന്നോടെന്താ ഇങ്ങനെയൊക്കെ പെരുമാറാൻ തോന്നുന്നത്? അവൾ വിഷമം അഭിനയിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. പക്ഷേ സിദ്ധാർത്ഥിനെ അവളുടെ വാക്കുകൾ ഒരല്പം പോലും സ്പർശിച്ചില്ല. അവൻ സാറക്ക് നേരെ തിരിഞ്ഞു. അവളുടെ മുഖത്ത് ഒരു വശം നന്നായി ചുവന്നിരിക്കുന്നത് സിദ്ധാർത്ഥ് കണ്ടു. ഇവൾ നിന്നെ തല്ലിയതാണോ? സിദ്ധാർത്ഥ് സാറയോട് ചോദിച്ചു. സാറ ആദ്യം ഒരു ഞെട്ടലോടെ സിദ്ധാർത്ഥിനെ നോക്കി, പിന്നെ ലാവണ്യയും. ലാവണ്യ രൂക്ഷമായ നോട്ടത്തോടെ മിണ്ടാതിരുന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ സിദ്ധാർത്ഥിന്റെ സാമീപ്യത്തിൽ സാറക്ക് ഭയം തോന്നിയില്ല. അവൾ ഉവ് എന്ന അർത്ഥത്തോടു കൂടെ തലയാട്ടി. നാണമുണ്ടോ നിനക്ക് വല്ലവരുടെയും തല്ല് കൊണ്ടുവന്ന് നിൽക്കാൻ? നിന്റെ കൈ എന്താ മാങ്ങാണ്ടി പറിക്കാൻ പോയിരുന്നതാണോ? തിരിച്ചു കൊടുക്ക്, സിദ്ധാർത്ഥ് പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ വാക്ക് കേട്ട് ലാവണ്യ അടക്കമുള്ള എല്ലാവരും ഞെട്ടി. സർ,
അത് പിന്നെ ഞാൻ. സാറ മടിയോടെ സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി ആശങ്കയോടെ പറഞ്ഞു. സിദ്ധാർത്ഥ് പറഞ്ഞിട്ട് ഡു വാട്ട് ഐ സേ. തനിക്ക് വേണ്ടാത്തതൊന്നും തന്നെ താൻ ആവശ്യമില്ലാതെ അങ്ങനെ വാങ്ങിച്ചു വെക്കേണ്ടതൊന്നുമില്ല, അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. ഉറച്ച സ്വരത്തിൽ സിദ്ധാർത്ഥ് അങ്ങനെ പറയുന്ന സമയത്തിന് അതിലൊരു മുന്നറിയിപ്പ് കൂടി ഉണ്ടായിരുന്നു. സാറ തലയാട്ടി. അതോടെ അത്രയും നേരം താൻ ഉള്ളിലടക്കി വെച്ചിരുന്ന ദേഷ്യം മുഴുവൻ തന്റെ കയ്യിലേക്ക് ആവാഹിച്ചുകൊണ്ട് തന്നെ സാറ കൈ ഉയർത്തി ലാവണ്യയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. വേദന കൊണ്ട് ലാവണ്യയുടെ സ്വരം ഉയർന്നു. പിന്നെ ദേഷ്യം കൊണ്ട് അവൾ സാറയെ ഇങ്ങനെ തുറപ്പിച്ചു നോക്കി. സാറയാണെങ്കിൽ ലാവണ്യെ ശ്രദ്ധിക്കാതെ അവിടെ നിന്നും മാറി നിന്നു. അവൾക്ക് നല്ല പേടിയുണ്ട്, എങ്കിലും അതിനു മുകളിൽ സംതൃപ്തി ഉണ്ടായിരുന്നു. അത്രക്ക് പ്രകാരമാണ് ലാവണ്യ കുറച്ചു നേരം കൊണ്ട് ഇവിടെ കാണിച്ചു കൂട്ടിയിരുന്നത്. നോക്കി നിൽക്കുന്നവർക്കെല്ലാം തന്നെ അത് കണ്ടിട്ട് സംതൃപ്തി തോന്നി. ലാവണ്യ അപമാന ഭാരത്താൽ വിളറി വെളുത്തുപോയി. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചാണ് സാറ തന്നെ അടിച്ചത്. അവൾക്കത് സഹിക്കാനായില്ല. മുറിവേറ്റ ഭാവത്തോടെ അവൾ സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി. സിദ്ധു, ഇവളെ കൊണ്ട് നീ എന്നെ തല്ലിച്ചല്ലേ? നിനക്കിതിന്റെ വല്ല കുഴപ്പമുണ്ടായിരുന്നോ? നിനക്കിതിൽ യാതൊരു കുഴപ്പവും തോന്നുന്നില്ലേ? കണ്ണുകൾ ചുരുട്ടി അവൾ പല്ലിറുമ്പി കടിച്ചമർത്തി ലാവണ്യ ചോദിച്ചു. പക്ഷേ പ്രത്യേകിച്ച് യാതൊരുവിധ ഭാവഭേദങ്ങളുമില്ലാതെ സിദ്ധാർത്ഥ് പറഞ്ഞു, ഇത് നിനക്കുള്ള വാണിംഗ് ആണ് ലാവണ്യ. മേലാൽ എന്റെ സ്റ്റാഫുകളോട് മോശമായിട്ട് ഇങ്ങനെ പെരുമാറരുത്. അവൻ അവളെ അവഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു. ലാവണ്യക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവൾ വേഗത്തിൽ സിദ്ധാർത്ഥിന്റെ സ്ലീവിൽ പിടിച്ചു വലിച്ചു. സിദ്ധു, നീ പോകരുത്, എനിക്കൊന്ന് സംസാരിക്കണം. ഞാൻ നിന്റെ ഫിയാൻസിയല്ലേ? എന്നിട്ടും നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എനിക്കതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടണം, അവൾ വാശിയോടെ പറഞ്ഞു. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല ലാവണ്യ, അവൻ അവളെ നോക്കി അവജ്ഞതയോടെ പറഞ്ഞു. സിദ്ധാർത്ഥ് പറയുന്നത്, ഇതെന്റെ കമ്പനിയാണ്. ഇവിടെ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ നീ നിർത്തിക്കോ, അതാ നിനക്ക് നല്ലത്. ഇനി അതല്ല എന്തിന്റെ പേരിലെങ്കിലും നിനക്ക് എന്നോട് അത്രമാത്രം ദേഷ്യമുണ്ടെങ്കിൽ നീ ആയിട്ട് ഈ കല്യാണം അങ്ങ് ഒഴിവാക്ക്. മനുഷ്യന് അത്രയെങ്കിലും സമാധാനം കിട്ടുമല്ലോ എന്നിങ്ങനെ സിദ്ധാർത്ഥ് പറയുന്നത് കേട്ടിട്ട് അവൾ വിശ്വസിക്കാൻ കഴിയാതെ സിദ്ധാർത്ഥിനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നു. സിദ്ധു, നമ്മുടെ ഈ വിവാഹം വേണ്ടെന്ന് വെക്കണമോ? സിദ്ധു, നിനക്ക് എങ്ങനെ അത് പറയാൻ സാധിച്ചു? ഇതിനു വേണ്ടിയാണോ ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ടത്? നടക്കില്ല, ഒരിക്കലും നടക്കില്ല. ഈ വിവാഹം മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ലാവണ്യയുടെ മനസ്സ് ഒരു ചുഴലിക്കാറ്റിന് സമാനമായിരുന്നു. സിദ്ധു, നമ്മൾ കുട്ടിക്കാലം മുതലേ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? അന്നൊന്നും നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പെട്ടെന്ന് നിനക്ക് എന്ത് പറ്റി? നിനക്ക് എന്നെ വിവാഹം കഴിക്കാൻ അത്രക്ക് വിഷമമാണോ? പറ സിദ്ധു, ലാവണ്യ അലറിക്കൊണ്ട് പറഞ്ഞു. ആ സമയത്തൊക്കെ സിദ്ധാർത്ഥിന് മുന്നിൽ നിൽക്കുന്ന ലാവണ്യോട് വെറുപ്പാണ് തോന്നിയിരുന്നത്. മനസ്സിൽ അവളോടുണ്ടായിരുന്ന സൗഹൃദത്തിന്റെ ഒരു തരി കണിക പോലും അവൻ അപ്പോൾ നഷ്ടമായിരുന്നു. സിദ്ധാർത്ഥ് ലാവണ്യയുടെ കൈ ബലമായി അവനിൽ നിന്നും എടുത്തു മാറ്റി. ഒപ്പം സ്വന്തം ഓഫീസ് റൂമിലേക്ക് കയറി ഡോർ അടച്ചു. അതുവരെ ദയനീയമായിരുന്ന ലാവണ്യയുടെ മുഖഭാവം പൂർണ്ണമായിട്ടും മാറി. അവളുടെ മുഖത്ത് ക്രൂരത നിറഞ്ഞു. ഇപ്പോൾ ഇവിടെ നടന്നത് പുറത്തെങ്ങാനും ആരെങ്കിലും അറിഞ്ഞാൽ നിങ്ങളിൽ ഒരാളെ പോലും ഞാൻ വെറുതെ വിടില്ല. ലാവണ്യാണ് പറയുന്നത്. അവളുടെ ശബ്ദം കുറച്ച് അലറി. ലാവണ്യാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവളുടെ ശബ്ദം അങ്ങ് അലറി. അത് കേട്ട് അവിടെ നിന്നിരുന്ന സ്റ്റാഫുകളെല്ലാം തന്നെ അസ്വസ്ഥരായിരുന്നു. പാമ്പിനേക്കാൾ പകയും വിഷമമുള്ള സ്ത്രീയാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത്. അവരെ വെറുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവർക്കെല്ലാവർക്കും തോന്നി. അതുകൊണ്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ അവരെല്ലാം അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. തന്നെ എല്ലാവരും ഭയക്കുന്നുണ്ട്. ആ ചിന്ത കാരണം അവളുടെ മാനസികാവസ്ഥ കുറച്ചൊന്ന് മെച്ചപ്പെട്ടു. എങ്കിലും ലാവണ്യ അടി കിട്ടിയ കവളിൽ തലോടി. അവൾക്ക് നല്ല വേദന തോന്നിയിരുന്നു. ലാവണ്യ പകയോടെ സാറയെ നോക്കി. കാത്തിരുന്നോ, ഇതിനുള്ളത് നീ അനുഭവിച്ചിരിക്കും. അവൾ ഭീഷണി മുഴക്കി. ഒരിക്കൽ കൂടി ലാവണ്യ അവളെ ഒന്ന് രൂക്ഷമായി നോക്കിയതിനു ശേഷം അവിടെ നിന്നും പോയി. അതോടുകൂടെ തന്നെ അവിടെ നിന്നിരുന്ന എല്ലാവരും സാറയെ പൊതിഞ്ഞു. പലരും അഭിനന്ദിച്ചു. ചിലർ ലാവണ്യയുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞ് ഭീതിപ്പെടുത്തി. സാറയാണെങ്കിൽ വരും നിരത്ത് വെച്ച് കാണാമെന്ന ഭാവത്തോടെ അവിടെ തന്നെ നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ മനീഷ് അങ്ങോട്ടേക്ക് വന്നു. അവൻ സിദ്ധാർത്ഥിന്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി. ഇറങ്ങി വരുമ്പോൾ മനീഷ് സാറയെ വിളിച്ചു. സാറ, പ്രത്യേകിച്ച് ജോലിയൊന്നുമെങ്കിൽ നീ എന്റെ ക്യാബിനിലേക്കൊന്ന് വാ, കുറച്ച് സംസാരിക്കാനുണ്ട്, മനീഷ് ഗൗരവത്തോടെ പറഞ്ഞു. അതുവരെ ഇല്ലാത്തൊരു പരിഭ്രമം അവളെ പൊതിഞ്ഞു. അവൾ നിശബ്ദമായി ഒതുങ്ങി നടന്ന നേരം മനീഷിന്റെ പിന്നാലെ തുടർന്ന് അകത്തേക്ക് കയറി. ക്യാബിന്റെ അകത്തേക്ക് കയറുന്ന സമയത്തും അവളുടെ ഹൃദയം വിറച്ചിരുന്നു. സർ, അത് എന്താ ചെയ്യേണ്ടത്? സാറ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അവളുടെ മുഖഭാവമെല്ലാം തന്നെ മനീഷ് ശ്രദ്ധിച്ചിരുന്നു. സാറ, താൻ പേടിക്കണ്ടടോ. ഇന്നത്തെ സംഭവത്തിൽ ഞാൻ തന്നെ കുറ്റപ്പെടുത്താൻ വിളിപ്പിച്ചതൊന്നുമല്ല, മനീഷ് പറഞ്ഞു. സാറക്കൊരൽപ്പം സമാധാനം നിറഞ്ഞു. പക്ഷേ താൻ അടിച്ചത് ലാവണ്യ മേഡത്തെയാണ്. ആ സ്ത്രീക്ക് പ്രതികാര ബുദ്ധി കൂടുതലാണ്. അതുകൊണ്ട് ബോസിന് തന്റെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ ഏതായാലും ഇവിടുത്തെ ഗാർഡ്സ് തന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും അപ്പോൾ തന്നെ എന്നെ വിളിച്ചറിയിക്കണം. തന്റെ സുരക്ഷ ഇനി ഞങ്ങൾക്ക് പ്രധാനമാണ്, മനസ്സിലായോ? മനീഷ് ഗൗരവത്തോടെ ചോദിച്ചു. സാറ നന്ദിയോടെ അവനെ നോക്കി. കുറച്ചു നിമിഷങ്ങൾ അവർക്കിടയിലും നിശബ്ദത നിറഞ്ഞിരുന്നു. എന്നാലും ബോസ് ഇങ്ങനൊരു കാര്യം സാറയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്തിനാണ്? അതാണ് മനീഷിന്റെ സംശയം. എങ്കിലും സാറയുടെ സുരക്ഷ ഉറപ്പാക്കാൻ സിദ്ധാർത്ഥ് ശ്രമിക്കുന്നുണ്ടല്ലോ, ആ കാര്യത്തിൽ അവന് സമാധാനം തോന്നി. അവന് മുന്നിലിരിക്കുന്ന പെൺകുട്ടിയെ മനീഷ് ഒന്ന് നോക്കി. ഈ ഓഫീസിൽ സാറയുമായിട്ട് സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ കുറവായിരുന്നു.
അതുകൊണ്ട് തന്നെ മനീഷ് ഇതുവരെ സാറെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം മനീഷിന്റെ കണ്ണുകൾ അവളിലൂടെ ഓടി നടന്നു. സാറ സുന്ദരിയാണെന്ന് അവന് തോന്നി. അവന്റെ ഹൃദയമിടിപ്പില് അല്പം വ്യത്യാസം അനുഭവപ്പെട്ടു. അവൻ സ്വയം നിയന്ത്രിച്ചു. ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലികൾ അവനുണ്ടായിരുന്നു. അതിനിടയിൽ മറ്റൊന്നിലേക്കും തൽക്കാലത്തേക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ലെന്നോർത്ത് മനീഷ് നെടുവീർപ്പിട്ടു. ഓക്കെ സാറ, പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിൽ തനിക്ക് പോവാം. എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ട്. പറഞ്ഞത് മറക്കണ്ട, എന്താവശ്യമുണ്ടെങ്കിലും തനിക്ക് എന്നെ വിളിക്കാം, അവൻ സാറയോട് പറഞ്ഞു. അവൾ തലയാട്ടി. പിന്നെ തിരിഞ്ഞു നടന്നു. ഇതേ സമയത്തിന് സിദ്ധാർത്ഥ് ചെയറിൽ ചാഞ്ഞിരിക്കുകയാണ്. ഫോണിൽ നീലിമയുടെ ഫോട്ടോ എടുത്തു വച്ചിട്ടുണ്ട്. കണ്ണു തുറന്നാലാണെങ്കിലും അവൻ പൂർണ്ണമായും നീലിമയുമായുള്ള ലോകത്തായിരുന്നു. ഇതിനിടയിലാണ് മനീഷ് അകത്തേക്ക് കയറി വന്നത്. സിദ്ധാർത്ഥ് നീലിമയെ പറ്റിയുള്ള ചിന്തയിലാണെന്ന് അവൻ എളുപ്പം മനസ്സിലായി. ബോസിനെ കുറിച്ചോർത്ത് അവന് സങ്കടവും സഹതാപവും തോന്നി. ബോസ്, എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, മനീഷ് മൃദുവായി ചോദിച്ചു. സിദ്ധാർത്ഥ സങ്കടമായ ഭാവത്തോടെ അവനെ ഒന്ന് നോക്കി. പറ മനീഷ്, ലാവണ്യക്ക് ശരിക്കും സാറയോട് പ്രതികാരം ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാകുമോ? പക്ഷേ അവൾ തൽക്കാലം അതിന് മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും കല്യാണം അടുത്തിരിക്കുന്ന ഈ സമയത്ത്. അതിനുള്ള കഴിവുണ്ടെങ്കിലും അവൾ സ്വയം നിയന്ത്രിക്കും, സിദ്ധാർത്ഥ് പറഞ്ഞു. പിന്നെയും സാർക്ക് ഇങ്ങനെ ഗാർഡ്സിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് മനീഷ് സംശയത്തോടെ ചോദിച്ചു. സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ഉണ്ട്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ലേ, വെറുതെ സാറയുടെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കേണ്ടെന്ന് തോന്നി. ലാവണ്യക്ക് ഒരു പക്ഷേ പ്രതികാരം ചെയ്യാൻ തോന്നിയാലോ? അപ്പോ അവൾ തീർച്ചയായിട്ടും അതിനുള്ള ആൾക്കാരെ പറഞ്ഞയക്കും. അത് തന്നെയല്ലേ നമുക്ക് വേണ്ടത്. തെളിവ് സഹിതം അവളെ അങ്ങ് പിടിക്കണം. അവളുടെ മനസ്സിൽ തെറ്റായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിലൂടെ കണ്ടെത്താൻ പറ്റുമെന്ന് എന്റെ മനസ്സ് പറയുന്നു, സിദ്ധാർത്ഥ് പറഞ്ഞു. മനീഷിനും അത് ശരിയാണെന്ന് തോന്നി. ബോസ്, അപ്പോ ഇതാണല്ലേ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്നത്, അല്ലേ ബോസ്? മനീഷ് ചെറു ചുരിയോടെ ചോദിച്ചു. അതെ, സിദ്ധാർത്ഥ് തലയാട്ടി. ഇതൊരു നല്ല ആശയമാണ്, അല്ലേ ബോസ്? ഇനി നീലിമ മാഡത്തിന്റെ മിസ്സിങ്ങിന് പിന്നിൽ ലാവണ്യ മാഡം തന്നെ ആയിരിക്കുമോ? ബോസിന് അവളെ സംശയമുണ്ടോ എന്ന് മനീഷ് ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും ചോദിച്ചു. അതെ. സിദ്ധാർത്ഥിന്റെ മുഖഭാവം മാറി. ആ മുഖത്തു നിന്നും മനസ്സിലുള്ളത് വായിക്കാൻ പ്രയാസമായിരുന്നു. സംശയമുണ്ട്, ഒരു പക്ഷേ നീലിമയുടെ മിസ്സിങ്ങിന് പിന്നിൽ വേറെ ആൾക്കാർക്കും പങ്കുണ്ടായേക്കാം. പക്ഷേ എന്നാലും ലാവണ്യയുടെ കൈ എല്ലാത്തിലുമുണ്ട്. ആ കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല, ഉറപ്പാണ്. തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് പ്രതികരിക്കാൻ കഴിയാത്തത്. തൽക്കാലം മനീഷ് ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. താനൊന്ന് അവളെ അടുത്ത് നിൽക്കുന്നവരെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കണം, സിദ്ധാർത്ഥ് നിർദ്ദേശിച്ചു. ഓക്കെ ബോസ്, വൈകാതെ തന്നെ കൃത്യമായ അപ്ഡേറ്റ് തരുന്നതായിരിക്കുമെന്ന് മനീഷ് പറഞ്ഞു. പിന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇതേ സമയത്ത് ലാവണ്യാണെങ്കിൽ വളരെയധികം ദേഷ്യത്തോടെയാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് അഗ്നിക്ക് സമാനമായിരുന്നു. സകലതും നശിപ്പിക്കാനുള്ള ത്വര അവളിൽ നിറഞ്ഞു. ലിവിംഗ് റൂമിൽ എത്തുന്നതിനു മുൻപേ അവൾ അതിനായുള്ള ശ്രമം തുടങ്ങിയിരുന്നു. കയ്യിൽ കിട്ടിയ ഫ്ലവർ വേസ് എടുത്ത് നിലത്തേക്കെറിഞ്ഞു പൊട്ടിച്ചു. അത് കണ്ട് സാവന്ത് അവളുടെ കയ്യിൽ പിടിച്ചു. അവരാണ് ലാവണ്യക്ക് മേണ്ടോർ തുറന്നു കൊടുത്തത്. ലാവണ്യ അവരുടെ പ്രവൃത്തിയിൽ ആദ്യം ഒന്ന് ഞെട്ടി, പിന്നെ കോപത്തോടെ അവനെ തന്നെ നോക്കി. ഹൗ ഡെയർ യു! അവൾ അത് പൂർണ്ണമാക്കും മുൻപേ സാവന്ത് കണ്ണുകൊണ്ട് ഹാളിലേക്ക് അവളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടു. ആ നോട്ടത്തെ പിന്തുടർന്ന് സാവന്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് ലാവണ്യ നോക്കുന്നതോടുകൂടി തന്നെ ലാവണ്യ ആ ഒരു കാഴ്ച കണ്ട് ആകെ ഞെട്ടിപ്പോയി. അങ്ങനെ ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന ലാവണ്യെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലെ തന്നെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും ഹൈപ്പും തന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ വെച്ച് നാളെ ഇതേ സമയത്ത് തന്നെ വരാട്ടോ. ബൈ ബൈ.